വിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ പാരായണം അതിൻ്റെ വശ്യത അനുഭവിക്കുന്നത് തജ്വീദ് പാലിക്കുന്നതോടൊപ്പം എന്ന് പറഞ്ഞു. അതോടുകൂടെ അർത്ഥം കൂടെ മനസ്സിലാകുമ്പോൾ കൃത്യമായും നമുക്ക് അത് ബോധ്യപ്പെടും എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നന്നായി പാരായണം ചെയ്യുന്ന സഹാബിയായതുകൊണ്ട് എപ്പോഴും അദ്ദേഹത്തോട് പറയായിരുന്നു ഓതാൻ. അങ്ങനെ ഒരു ദിവസം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതി 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 41-ാമത്തെ വചനം. അവിടെ എത്തിയപ്പോൾ പ്രവാചകൻ പറഞ്ഞു മതി മതി. പ്രവാചകൻ കരഞ്ഞു, എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. അഥവാ താക്കീതുകളായി പാരായണം ചെയ്യുന്നു. സന്തോഷഭാഗങ്ങൾ സന്തോഷകരമായ രീതിയിൽ പാരായണം ചെയ്യുന്നു. ശിക്ഷകളെ കുറിച്ച് പറയുമ്പോൾ ഭയപ്പാടോടുകൂടെ പാരായണം ചെയ്യുന്നു. പ്രതീക്ഷകളെ കുറിച്ച് പറയുമ്പോൾ പ്രതീക്ഷയോടുകൂടെ പാരായണം ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടുകാരൻ മിഷാരി ബിൻ റാഷിദ് അൽ അഫാസിയുടെ ഒക്കെ പാരായണം എനിക്ക് അതുകൊണ്ട് അത് ഏറെ ഇഷ്ടമാണ്. കാരണം എല്ലാ സ്ഥലത്തും ഒരേ ഈണമല്ല, എല്ലാ സ്ഥലത്തും ഒരേ ശബ്ദമല്ല. ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പാരായണം ചെയ്യുന്നു. എത്ര ഹൃദ്യമാണ് കൂട്ടരെ! അതാ വിശുദ്ധ ഖുർആനിന്റെ പാരായണം. അർത്ഥം കൂടെ മനസ്സിലാക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ഒരിക്കൽ പറഞ്ഞു, അങ്ങ് നരച്ചു പോയല്ലോ നബിയെ, എന്തേ അങ്ങ് ഇങ്ങനെ നരച്ചു പോകാൻ കാരണം? പ്രവാചകൻ പറഞ്ഞു, വൽ മുർസലാത്തിയും വാഖിഅയും ഹൂദും ഇദശംസുവും അമ്മ സൂറത്തും ആണ് എന്നെ നരപ്പിച്ചത് എന്ന്. സഹാബത്ത് പലപ്പോഴും ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും കേൾക്കുമ്പോഴും കരയാറുണ്ടായിരുന്നു, മോഹാലസ്യപ്പെടാറുണ്ടായിരുന്നു. ഗസാലി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ഒരിക്കൽ ഒരു സഹോദരൻ സൂറത്തു തൂറിലെ ഇന്ന അദാബ റബ്ബിക ലവാഖിഅ ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ, തീർച്ചയായും നിന്റെ റബ്ബിന്റെ ശിക്ഷ അത് സംഭവിക്കും കേട്ടോ, അത് തടയാൻ ആരും ഉണ്ടാവില്ല കേട്ടോ. ഈ വചനം കേട്ട ഉമർ റളിയല്ലാഹു അൻഹു മോഹാലസ്യപ്പെട്ടു. സമീപത്തുണ്ടായിരുന്നവർ അദ്ദേഹത്തെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന്. വിശുദ്ധ ഖുർആൻ തജ്വീദോടുകൂടെ പാരായണം ചെയ്യുമ്പോൾ ഒന്നുകൂടെ പറയാം, നാവും ബുദ്ധിയും ഹൃദയവും പങ്കുചേരണം. എന്ത് അടിവരയിട്ട് ഓർത്തു വെച്ചോ, വിശുദ്ധ ഖുർആൻ പാരായണ സമയത്ത് നാവും ബുദ്ധിയും ഹൃദയവും സമരസപ്പെട്ടു പോകണം. എന്തേ നാവിന്റെ ധർമ്മം? നേരത്തെ നാം പറഞ്ഞ മഹ്റജാണ്, സ്ഫുടമായി അക്ഷരം ഉച്ചരിക്കുക എന്നതാണ്. എന്തേ ബുദ്ധിയുടെ ധർമ്മം? ആശയം വിലയിരുത്തലാണ്. എന്തേ ഹൃദയത്തിന്റെ ധർമ്മം? അതിനോട് പ്രതികരിക്കലാണ്, അഥവാ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കലാണ്. ഇങ്ങനെ മൂന്നും നമുക്കുണ്ടാകണം. അത് പാരായണം മാത്രമാകരുത്, അർത്ഥബോധത്തോടുകൂടെ ആയിരിക്കണം. ഞാൻ എൻ്റെ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകൻ പരാതി പറയുന്ന ഒരു വിഷയമുണ്ട് പരലോകത്ത്. وقال الرسول يا رب إن قومي اتخذوا هذا القرآن مهجورا. റബ്ബേ, എൻ്റെ ഈ സമുദായം വിശുദ്ധ ഖുർആനിനെ ഇതാ വെടിഞ്ഞിരിക്കുന്നു. എന്താ ഈ വെടിയല്? അവർ കേവലം പാട്ടുകളിലേക്ക് മാത്രം പോയി, ഭൗതികമായ കേവലം വിനോദങ്ങളിലേക്ക് മാത്രം പോയി. അവർ വിശുദ്ധ ഖുർആനിന്റെ, അള്ളാന്റെ കലാമല്ലേ കൂട്ടരെ ഖുർആൻ? നമ്മുടെ സംസാരത്തിൽ ശ്രദ്ധിക്കുന്നതിനേക്കാളും ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കണം. ചിലരൊക്കെ വിചാരിച്ചു തപ്പിത്തടഞ്ഞു ഓതിയ 2 കൂലിന്ന് ഹദീസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ തപ്പിത്തടഞ്ഞു ഓതട്ടെ, എനിക്ക് 2 കൂലി കിട്ടുമല്ലോ എന്ന്. അതെവിടെയാ പറഞ്ഞെന്നറിയോ? ഓതാനൊന്നും അറിയില്ല, ഞാൻ ഇനി ഓതണില്ല, എനിക്കിനി പഠിക്കാനും ആകില്ല, ഞാൻ വയസ്സനായി പോയി, ഞാൻ മദ്രസയിലും പോയിട്ടില്ല. ഇങ്ങനെയൊക്കെ പരാതിപ്പെടുന്ന ആളുകൾ ഓതാതെ കുത്തിരിക്കണ്ട, പഠിച്ചോളൂ. പഠിക്കുന്ന സമയത്ത് നിങ്ങൾ തെറ്റിയാലും വേണ്ടിയില്ല, നിങ്ങൾക്ക് 2 കൂലി ഉണ്ട്. കാരണം നിങ്ങൾ ഇത് ഓതാൻ പഠിക്കാനിരിക്കുക, 2 കൂലി ഉണ്ട് നിങ്ങൾക്ക് എന്നാ. അത് പ്രോത്സാഹന. അല്ലാണ്ട് ഞാനിനി ഒന്നും തെറ്റിക്കുക, എനിക്ക് 1 പടിക്ക് 2 പക്ഷി, അതില്ല. അത് ബുദ്ധിമുട്ടായാൽ ബുദ്ധിമുട്ടാകുമ്പോഴുള്ള സമാധാന വാക്കാണ്, പ്രതിഫലമുണ്ട്, ശരി തന്നെയാ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, അക്ഷരസ്ഫുടതയോടുകൂടെ പാരായണം ചെയ്യാം. എങ്ങനെ? അക്ഷരസ്ഫുടതയോടുകൂടെ പാരായണം ചെയ്യുക, അറബിയിൽ തന്നെ പാരായണം ചെയ്യുക. ഖൈറുക്കും, അങ്ങനെ പറയാനുള്ള കാരണം എന്താ? അതിന്റെ പാരായണവും അതിന്റെ അർത്ഥാശയ തലങ്ങളുമൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് സമൂഹത്തിൽ ഏറ്റവും ഉത്തമർ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന്. സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മുടെ മക്കളെ, ഒപ്പം നമ്മളെയും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിപ്പിക്കണം.
അതിൻ്റെ മഹത്വവും സൗന്ദര്യവും എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലായി എപ്പോഴും പറയാനുള്ളത്, ആവർത്തിക്കാനുള്ളത് അക്ഷരം പഠിക്കണം എന്നുള്ളതാണ്. മഹാന്മാർ ഒരുപാട് വിശദീകരിച്ചു. ചില ആളുകളൊക്കെ ഖുർആൻ ഓതുന്നത് കേട്ടാൽ സങ്കടം തോന്നുമെന്ന്, അവർ വെറുതെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്, അവർ നീട്ടേണ്ടാത്ത സ്ഥലങ്ങളിൽ നീട്ടി ഓതുന്നു എന്ന്, അവർ നീട്ടി പാരായണം ചെയ്യേണ്ടടുത്ത് ചുരുക്കിക്കളയുന്നു എന്ന്, അവർ മണിക്കേണ്ടാത്ത ഭാഗത്ത് മണിച്ചോതുന്നു എന്ന്, മണിക്കേണ്ട സ്ഥലങ്ങളിൽ മണിക്കാതെ ഓതുന്നു എന്ന്. അതുകൊണ്ട് ഞാൻ അതിന് ചെറിയൊരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു പരിചയം നൽകാം നിങ്ങൾക്ക്. ദീർഘമാകട്ടെ ആദ്യം. എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെയല്ല ദീർഘം നൽകേണ്ടത്. നിങ്ങളുടെ കൈകളിൽ, നിങ്ങളുടെ മൊബൈലുകളിലുള്ള ക്ലിപ്പുകളോടൊപ്പം നിങ്ങൾക്ക് അതൊന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള സന്ദർഭമായി ഞാൻ അതിനെ ഇവിടെയും ആവർത്തിക്കുകയാണ്. നിങ്ങൾ തയ്യാറാണോ? നമുക്ക് അതോടെ അവസാനിപ്പിക്കാം. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കൈവെക്കൂ. നിങ്ങൾ വല്ലാതെ ക്ഷീണത്തിലാണ് നിൽക്കുന്നതെന്ന് നോക്കുക. നിങ്ങൾ ആരും വെള്ളം കുടിക്കാതെ ഇത്രയും നേരം ഇരുന്നു, ക്ഷീണമില്ലാതെ നിങ്ങളിങ്ങനെ ഇരിക്കുന്നു. അല്ല, ക്ഷീണത്തോടെയാണോ? മുഷിപ്പ് തോന്നിയോ? വിഷമം തോന്നിയോ? അവസാനിപ്പിക്കാം. ഏതായിരുന്നാലും നമ്മുടെ സമയം 1.25 മണിക്കൂറോളമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെള്ളം കുടിച്ചോളൂ. അവിടെ ദീർഘം എങ്ങനെയൊക്കെയാ ദീർഘം ഉണ്ടാവുക നിങ്ങൾക്ക് പറയാം. ഇനി നിങ്ങളുടെ ടൈമാണ്. എങ്ങനെയൊക്കെയാ ദീർഘം ഉണ്ടാവുക? അറബിയിലെ ദീർഘം അഥവാ മദ്ദുകൾ എങ്ങനെ ഉണ്ടാവുക? പറഞ്ഞോളൂ. ഒന്നുകിൽ അലിഫ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ യാ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വാവ് കൊണ്ടായിരിക്കും. മലയാളത്തിലാകുമ്പോ എ ഓ എന്നുകൂടെ ഉണ്ടാവും അല്ലേ? പക്ഷെ അറബിയിൽ ദീർഘാക്ഷരങ്ങൾ അഥവാ ഹുറൂഫുൽ മദ്, ഹുറൂഫ് മീൻസ് ലെറ്റേഴ്സ്, ഹുറൂഫുൽ മദ് ദീർഘാക്ഷരങ്ങൾ ഏതൊക്കെയാ? അലിഫ്. നിങ്ങളൊന്ന് ഉറക്കെ പറയൂ, ഏതൊക്കെയാ ദീർഘാക്ഷരം? മാഹിയ ഹുറൂഫുൽ മദ്. അലിഫ്, ഐവ. ഉറക്കെ പറയൂ, ഐവ. മാഹിയ ഹുറൂഫുൽ മദ്. ഐവ. ഒന്ന് കൈ കാണിച്ച് പറയും. മാഹിയ ഹുറൂഫുൽ മദ്. ഐവ അഥവാ അലിഫ്, യാ, വാവ്. ഇനി ഒരു മലയാളത്തിൽ ഒരു ചോദ്യം ചോദിക്കുക. ഏവയാ ദീർഘാക്ഷരങ്ങൾ? ഏവയാ? അവയ. അലിഫ്, വാവ്, യാ. ഏവയാ? അവയ. മാഹിയ ഹുറൂഫുൽ മദ്. ഐവ. ഏവയാ ദീർഘാക്ഷരങ്ങൾ? അവയ. ഏവയാ? അവയ. ഓക്കെ, മറക്കരുത്. ദീർഘാക്ഷരങ്ങൾ അറബിയിൽ 3 എണ്ണമാണ്. അലിഫ്, യാ, വാവ്. ഈ എല്ലാ സ്ഥലങ്ങളിലും അലിഫ് ഒരേ ദീർഘമല്ല, ഒരേ പോലെയല്ല. ഏറ്റവും പ്രധാനം അവിടെയാണ്, ഒരേ പോലെയല്ല. അഥവാ അക്ഷരങ്ങൾ 28 ഉണ്ടല്ലോ അറബിയിൽ. എത്ര അക്ഷരമുണ്ട്? 28 അല്ലേ? ആദ്യത്തെ അക്ഷരം ഏതാ? അലിഫ്. അവസാനത്തെ അക്ഷരം ഏതാ? യാ. ഓക്കെ, അലിഫ് മുതൽ യാ വരെയുള്ള 28 അക്ഷരങ്ങളിൽ എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകണം. അലിഫ് മുതൽ യാ വരെയാണ് 28 അക്ഷരങ്ങൾ എന്ന് പറഞ്ഞ ആളുകൾ എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകണം. ആ ഇ ഉ എന്ന ശബ്ദം ഈ അലിഫ് മുതൽ യാ വരെയുള്ള അക്ഷരങ്ങളിൽ ഏതക്ഷരത്തിന്റെ ശബ്ദമാണ്? പറഞ്ഞോളൂ ഓർക്കെ. അലിഫ് മുതൽ യാ വരെയുള്ള അക്ഷരങ്ങളിൽ ഏതിൻ്റെതാണ് അ ഇ ഉ എന്ന ശബ്ദം? അലിഫിന്റെ അല്ലേ? അല്ലാഹു എന്നതിൽ ആദ്യത്തെ അക്ഷരം ഏതാ? അബുൻ എന്നതിൽ ആദ്യത്തെ അക്ഷരം ഏതാ? അലിഫ് അല്ലേ? പോയി, അല്ല, ഹംസയാണ്. അ ഇ ഉ എന്ന ശബ്ദം അലിഫിന്റേതല്ല, ഹംസയുടേതാണ്. ആർക്കെങ്കിലും അറിയാത്തതുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പഠിച്ചു വെക്കുക. അ ഇ ഉ എന്ന ശബ്ദം ഹംസയുടേതാണ്, അലിഫിന് ശബ്ദമില്ല. ആ സാധു മറ്റൊരക്ഷരത്തിന് ഡ്യൂറേഷൻ, ടൈമിംഗ് കുറെ അധികം കൊടുക്കാനുള്ളതാണ് അലിഫ്. വാവിന് ശബ്ദമുണ്ട്, യാന് ശബ്ദമുണ്ട്, ദീർഘം എന്ന ധർമ്മമുള്ളതോടൊപ്പം തന്നെ. പക്ഷെ അലിഫിന്റെ ധർമ്മം നീട്ടുക മാത്രം. ചില സ്ഥലത്ത് ഹംസ കാണൂല, അലിഫിനെ മാത്രമേ കാണൂ. ഹംസന്റെ ശബ്ദം ഉണ്ടാവും. ചില സ്ഥലത്ത് അലിഫിന്റെ കൂടെ ഹംസ ഉണ്ടാവും, ചിലപ്പോൾ വാവിന്റെ കൂടെ ഹംസ ഉണ്ടാവും, ചിലപ്പോൾ യാ പോലെ എഴുതിയിട്ട് ഹംസ ഉണ്ടാവും, ചിലപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടാവും ഹംസ. ഭയങ്കരനാണ്, ഒരുപാട് കോലത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ആളാണ്, ചിലപ്പം മറഞ്ഞു നിൽക്കും. ഏതായിരുന്നാലും ഈ 28 അക്ഷരങ്ങളിൽ ഹംസ, ബ, ത, സ, ജീം, ഹ അല്ലേ, അവിടെ മുതലുള്ള അക്ഷരങ്ങളിൽ 20 അക്ഷരങ്ങൾ ലഘുവായ അല്ലെങ്കിൽ ലൈറ്റായ അക്ഷരങ്ങളും 8 അക്ഷരങ്ങൾ ഹെവി ലെറ്റേഴ്സുമാണ്. അങ്ങനെ പഠിച്ചാൽ വലിയ ഒരു ഭാഗം അളവ് പഠിച്ചു കഴിയും. 20 അക്ഷരങ്ങൾ ലൈറ്റ് ലെറ്റേഴ്സ്, 8 അക്ഷരങ്ങൾ ഹെവി ലെറ്റേഴ്സ്.
8 അക്ഷരങ്ങള് ഖ, സ്വാദ്, ദാദ്, ഗൈൻ, ത, ഖാഫ്, ള. പിന്നെ റാഉം ഖുസ്സദത്തിൻ ഖിൽ പ്ലസ് റ എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയും. അത് നിങ്ങൾ പിന്നെ പഠിക്കുക. നമുക്ക് ഈ അക്ഷരങ്ങൾക്ക്, ഈ 8 അക്ഷരങ്ങൾക്ക് അലിഫ് നൽകുമ്പോൾ അലിഫും ഹെവി ആയിരിക്കും. 20 അക്ഷരങ്ങളുടെ അലിഫ് ലൈറ്റ് ആയിരിക്കും. അഥവാ ലൈറ്റായ അലിഫൊക്കെ ഇങ്ങനെയാണ്, നമ്മുടെ പിസാഗോപുരം നിൽക്കുന്ന പോലെ അല്പം ചരിഞ്ഞാ നിൽക്കുക. മറ്റതൊക്കെ നേരെ ആയിരിക്കും, ഇങ്ങനെ കുത്തനെ കുറച്ച് ഹെവി ആയിട്ട് വായി നിറച്ചു ഉച്ചരിക്കണം. പറയാം, ഓക്കെ? ഹംസ ഫത്ഹ ആ പറഞ്ഞു നോക്കൂ, ഉറക്കെ പറയണം, എന്നാലേ ഞാൻ തയ്യാറാവുള്ളൂ. ഹംസ ഫത്ഹ ആ. ഇവിടെ ആരും പറയില്ല. ഹംസ ഫത്ഹ ആ. അലിഫ് മദ് ആ. നമ്മള് ആന്ന് പറയുന്നത് ആ, അല്പം ചരിവോടെ ആ. ഇനി ബ, ബ, ത, സ, ജ, ഹ. അടുത്ത അക്ഷരം ഹെവി ലെറ്റർ ആണ്, അതുകൊണ്ട് അലിഫും ഹെവിയാണ്. ഖ, ഖ. ഞാനൊരു എളുപ്പവഴി പറയാറുണ്ട് ഇതിന്. 20 അക്ഷരത്തിന് അലിഫ് നൽകുമ്പോൾ ചിരിച്ചുകൊണ്ട് ഉച്ചരിക്കണം. 8 അക്ഷരത്തിന് അലിഫ് നൽകുമ്പോൾ കരഞ്ഞുകൊണ്ടല്ല, ഗൗരവത്തിൽ ഉച്ചരിക്കണം. എങ്ങനെയാ? ഒന്നും കൂടെ തുടക്കം മുതൽ വരാം. എന്നെ ശ്രദ്ധിക്കുക. ഞാൻ ഗൗരവം കാണിക്കുമ്പോൾ നിങ്ങൾക്കും ഗൗരവം കാണിക്കാം. ഞാൻ ചിരിക്കുമ്പോൾ നിങ്ങളും തിരിച്ചു ചിരിക്കൂലേ? അതാണല്ലോ മുസ്ലിങ്ങളുടെ സ്വഭാവം, മനുഷ്യരുടെ സ്വഭാവം. പുഞ്ചിരി അല്ലെ, പ്രസന്നവദനരായിരിക്കണം 20 അക്ഷരത്തിന്റെ ടൈമിൽ. ഓക്കെ? അ, ബ, ത, സ, ജ, ഹ, ഖ. ചിരിക്കരുത്. ഖ, ദ, ദ, റ, സ, സ, ശ, ص ض ط ظ ع غ ف ق ല അതിന് മുമ്പ് ഖ ല മ ന വ ഹ യ. ചെറിയ കുട്ടികൾക്ക് പാട്ടാ ഇഷ്ടം. ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഞാൻ അതൊരു പാട്ടാക്കി പാടാം. ചെറിയ കുട്ടികളൊന്ന് കൈവെക്കൂ. കുട്ടികളെല്ലാരും ഒന്ന് കൈവെക്കൂ. സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നല്ലേ? ഓക്കെ, പാട്ട് കേട്ട് നല്ലപോലെ ഉറങ്ങാം. അക്ഷരങ്ങൾ 28ഉം അലിഫ് കൊടുത്ത് ഉച്ചരിക്കുമ്പോ എങ്ങനെയാ? എത്ര കൃത്യമാണെന്നറിയോ? അതിന്റെ ഉച്ചാരണത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 8 അക്ഷരങ്ങളുടെ ടൈമിൽ ഞാൻ അല്പം ഹെവി ആയിട്ടാണ് ഉച്ചരിക്കുന്നത്. നിങ്ങൾ ആരോ മനസ്സിലാവുന്നുണ്ടോ? പാക്കറ്റിലാണോ ശ്രദ്ധ? ഒന്നും കൂടെ, അലിഫ് നൽകുമ്പോൾ ഉള്ള ആ ചരിവും ആ ഹെവി ആ ഒരു റൂട്ടും. ഏത് പാട്ടാണ് ഓർമ്മ വരുന്നത്? ആയിക്കോട്ടെ, തജ്വീദ് അങ്ങനെ കൃത്യമായി നമുക്ക് പഠിക്കാം. നൂനും മീമും ശബ്ദ് വരുമ്പോ നമുക്ക് റബ്ബ് എന്ന് പറയുമ്പോൾ റബ്ബ് അല്ലെ, റബ്ബുന റബ്ബുസ് സമാവാതി. എന്നാൽ ഇന്ന എന്ന് പറയുമ്പോൾ നമ്മൾ അതേപോലെ ഇന്നല്ലാഹ എന്ന് പറഞ്ഞു പാടില്ല, അല്പം കൂടെ മണിക്കണം. എങ്ങനെ പറയും? ഇന്നല്ലാഹ ഇന്നകും. മീമാകുമ്പോഴോ സുമ്മ സുമ്മ ഇന്നകും. നമ്മൾ പഴയ ഓത്ത് എങ്ങനെയാ? സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. അത് പറ്റൂല. സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. എല്ലാ സ്ഥലങ്ങളിലും കാണുന്നു. നൂനും മീമും ശബ്ദ് വരുമ്പോ മണിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കണം കൂട്ടരെ. സഹൃദയരെ, ഞാൻ എൻ്റെ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. യാസീൻ എങ്ങനെയാ നമ്മൾ ഓതിയത്? യാസീന്റെ തുടക്കം എങ്ങനെയാ? സൂറത്ത് യാസീൻ എങ്ങനെ ഓതുക? യാസീൻ അല്ലേ? അങ്ങനല്ലേ? ആണോ? ഇപ്പൊ എന്തോ ഒരു സംശയം. മൂപ്പർ ചോദിച്ച് അങ്ങനെ അല്ലേന്ന് വെച്ചപ്പോ അല്ല, ആണോന്ന് വെച്ചാ ആണ്. കുട്ടികളങ്ങനെ മറുപടി അറിയാം. അല്ലേ? ആ ആണോ? അല്ല. ഇപ്പൊ രണ്ടും പറഞ്ഞൂടാ. എങ്ങനെയാ ഓതേണ്ടത് യാസീൻ?
യാ എന്ന അക്ഷരത്തിന് ദീർഘമില്ല, എന്നാൽ സീനിന് ദീർഘമുണ്ട്. യാസീൻ ദീർഘമുണ്ട് എന്ന് മാത്രമല്ല 6 ലെറ്ററിന്റെ ടൈം എടുക്കണം സീനിന്. യാ എന്നതിന് 2. ഹാമീം വലീദ് ഇബ്നു മുഗീറ മാറിയ അല്ലെങ്കിൽ അത്ഭുതപ്പെട്ടു പോയ സൂറത്തിന്റെ ആദ്യം നമ്മൾ ഓതല് ഹാമീം എന്നാണ്. അങ്ങനെയല്ല, ഹാമീം. ഖാഫ് എങ്ങനെ ഓതുക? സൂറത്ത് ഖാഫ്, ഖാഫ് വൽ ഖുർആനിൽ മജീദ് ആണോ? അങ്ങനെയല്ല. ഖാഫ് നൂൻ صاد كاف يا عين صاد 5 ലെറ്റർ ഉണ്ട്. കാഫ് ഹ ഐൻ, കാഫ് ഹ യാ ഐൻ സ്വാദ്. ഇതില് ഐനും കാഫ് കഴിഞ്ഞ് ഹാവും യാവും നീട്ടാൻ പാടില്ല. മറ്റ് 3 അക്ഷരവും 6 ദീർഘം നൽകണം. എങ്ങനെ? കാഫ് ഹാ യാ, അതത്രേ പറ്റുള്ളൂ. കാഫ് ഹാ യാ ഐൻ സ്വാദ്. ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. സഹോദരികളെ നമ്മൾ അവസാനിപ്പിക്കാം. തജ്വീദ് പഠിക്കുക. തജ്വീദ് പഠിച്ചിട്ടുള്ള ഒരുപാട് സഹോദരീ സഹോദരങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. മീഡിയകളിലൂടെ പഠിക്കാൻ കഴിയും. അങ്ങനെ നല്ല രീതിയിൽ തജ്വീദ് എന്ന പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കുക, ഖുർആനിനെ നന്നാക്കുക എന്നാണ്. ഖുർആനിനെ നന്നാക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? ഇല്ല. അതുകൊണ്ട് നന്നാക്കണം. തജ്വീദോടുകൂടെ പാരായണം ചെയ്യാൻ ശ്രമിക്കണം. അർത്ഥ ആശയതലം മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതിൻ്റെ മഹത്വം ഉൾക്കൊള്ളാൻ കഴിയും, മാധുര്യം നുകരാൻ കഴിയും. അങ്ങനെ സാധിക്കുന്ന അതിഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും എന്നെയും ഈ ശബ്ദം ശ്രവിച്ച എല്ലാ സഹോദരീ സഹോദരങ്ങളെയും അള്ളാഹുവെ ഞങ്ങളുടെ സന്താനങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും ഒക്കെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ.